നമസ്കാരം. വിൻ മീഡിയ ന്യൂസിലേക്ക് സ്വാഗതം. അമ്പലപ്പുഴ വളഞ്ഞവഴി കടപ്പുറത്ത് ഗ്യാസ് ടാങ്കർ തീരത്തടിഞ്ഞു. തിങ്കളാഴ്ച പുലർച്ചെയോടെയാണ് ടാങ്കർ തീരത്തടിഞ്ഞത്. വാൻഹായ് 503 എന്ന കപ്പലിൽ നിന്ന് കടലിലേക്ക് മറിഞ്ഞ ടാങ്കറാണിതെന്നാണ് സംശയം. ഗ്യാസ് ടാങ്കറാണെന്നാണ് പ്രാഥമിക നിഗമനം. ജില്ലാ കളക്ടറുടെ നേതൃത്വത്തിൽ പരിശോധന നടത്തി. ഒരു 6:30 രാവിലെ ഇപ്പോൾ നമ്മളിതിൻ്റെ ഫോട്ടോ ഒക്കെ എടുത്ത് കപ്പലിലുള്ള നമ്മുടെ തന്നെ പ്രദേശത്ത് ഒരാൾക്ക് അയച്ചു കൊടുത്തപ്പോൾ കപ്പലിനുള്ളിലെ തന്നെ ഗ്യാസാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഗ്യാസ് ടാങ്കറാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇപ്പോൾ ഏതായാലും എല്ലാ പോലീസ് ഉദ്യോഗസ്ഥരും എല്ലാവരും വന്നിട്ടുണ്ട്. കളക്ടർ ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ ഇവിടെ എത്തുമെന്ന് പറഞ്ഞു. അതിനുശേഷം ഇത് കടലിൽ വെച്ച് തന്നെ നിർജ്ജീവമാക്കാന്നുള്ള രീതിയിലും പറയുന്നുണ്ട്. അപ്പോൾ എന്തുവാണ് ഇതിൻ്റെ അകത്ത് ഗ്യാസ് ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് പോലും കൃത്യമായിട്ട് അറിയാൻ പറ്റുന്നില്ല. പക്ഷേ ആ ടാങ്ക് കിടന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ടെട്രാപോളിൽ അടിച്ച് അത് ചിലപ്പോൾ അതിന് ഹോള് വീഴാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ പൊട്ടിത്തെറിക്കാനുള്ള സാധ്യതയും നിലനിൽക്കുന്നു. ഞായറാഴ്ച രാത്രി 9:30 വാൻഹായ് 503 കപ്പലിൽ നിന്ന് ഒരു ബോട്ട് ഒഴുകിയെത്തിയിരുന്നു. പുന്നപ്ര വാടക്കൽ അറപ്പപ്പുഴ തീരത്താണ് ബോട്ട് അടിഞ്ഞത്. വാൻഹായ് 503 സിംഗപ്പൂർ എന്ന ബോട്ടിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. പരിസരത്തെ കച്ചവടക്കാരൻ ജോൺ പോളാണ് ആദ്യം ബോട്ട് കണ്ടത്. അദ്ദേഹം പഞ്ചായത്ത് അംഗം സാജൻ എബ്രഹാമിനെ വിവരമറിയിച്ചു. തുടർന്ന് പുന്നപ്ര പോലീസും പഞ്ചായത്ത് റവന്യൂ അധികൃതരുമായി എത്തി പരിശോധന നടത്തി. 8 പേർക്ക് കയറാനാകുന്ന രക്ഷാബോട്ടാണിത്. ലൈഫ് ജാക്കറ്റുകളും മരുന്നുകളും എഞ്ചിനും മാത്രമാണ് ബോട്ടിലുള്ളതെന്ന് പോലീസ് പറഞ്ഞു. പോലീസ് വടം ഉപയോഗിച്ച ബോട്ട് സമീപത്തെ മരത്തിൽ കെട്ടി.